മുസ്ലിം ലീഗിനെതിരെ ഗുരുതര ആരോപണമാണ് നിലവിൽ പൊന്നാനിയിലെ LDF സ്ഥാനാർത്ഥി KS ഹംസ ഉന്നയിക്കുന്നത്. എന്താണ് താങ്കൾ ലീഗ് നേതൃത്വത്തിന് പറയുന്നത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, പല ഘട്ടങ്ങളിലായി മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, തങ്ങളെ മനഃപൂർവ്വം ED കേസിൽ പ്രതിയാക്കുകയായിരുന്നു. സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഇതിൻ്റെ മെയിൻ കൾപ്രിറ്റ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള കള്ളപ്പണം വെളുപ്പിച്ചെടുക്കാൻ പറ്റിയ ഒരു നല്ല പ്രയാസം ഉണ്ടാക്കാത്തൊരു വഴിയായി തങ്ങളുടെ അക്കൗണ്ടിൽ കണ്ടു, അതിലോട്ട് വെളുപ്പിച്ചെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇൻകം ടാക്സ് നോട്ടീസ് വന്നപ്പോൾ വേഗം അതിൻ്റെ ഫൈൻ കിട്ടി. ഫൈൻ കിട്ടിയത് ഡേഞ്ചറായിരുന്നു. കുറ്റം ചെയ്തു എന്നതിൻ്റെ തെളിവാണല്ലോ ഫൈൻ കിട്ടണത്. അല്ലെങ്കിൽ ഫൈൻ എന്ന് പറയില്ലല്ലോ, ഫൈൻ കിട്ടിയത് അതുകൊണ്ടായിരുന്നു. ഒന്ന്, അതോടുകൂടി ഒരു വിഷയം. എന്നാൽ അങ്ങനെ ഒതുങ്ങിപ്പോകുമായിരുന്നു. പിന്നെയാണ് ഇദ്ദേഹം തങ്ങളും തമ്മിലുള്ള വൈരം കൂടി വരുന്നത്. മുത്തലാഖ് ബില്ലിൽ വോട്ട് ചെയ്യാതെ നാട്ടിലേക്ക് വന്നു. അപ്പോൾ തങ്ങൾ ശകാരിക്കുകയും മാപ്പ് പറയിപ്പിക്കുകയും ചെയ്തു. അത് മാപ്പ് പറയിച്ചതിൽ അടങ്ങാത്ത വൈരം തങ്ങളോടുണ്ടായിരുന്നു. ഒന്ന്, അതിനുശേഷം പാർലമെൻറ്റിൽ നിന്ന് രാജിവെച്ച് വീണ്ടും അസംബ്ലിയിലേക്ക് മത്സരിക്കണം. അതിന് തങ്ങൾ സമ്മതിക്കുന്നില്ല. ഈ വിരോധം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ കേസ് EDയിലേക്ക് കൊടുപ്പിച്ച് ED അന്വേഷണത്തിൻ്റെ പരിധിയിലാക്കി തങ്ങളെ മാനസികമായി സമ്മർദ്ദത്തിലാക്കിയായിരുന്നു. അതിന് തെളിവ് ED എവിടെ നിന്ന് വന്നു, ഏത് കാറിലാണ് വന്നത്, ആ കാർ ആരുടെയായിരുന്നു, എന്താണ് ആ കാറും ED തമ്മിലുള്ള ബന്ധം, ഈ കാർ ആരുടെയായിരുന്നു, അതൊക്കെ ഒന്ന് അന്വേഷിക്കട്ടെ. നിങ്ങൾക്ക് അന്വേഷിക്കാമല്ലോ. പത്രങ്ങൾ ആ ഒരു ധർമ്മം നിർവഹിക്കുമോ? ഏതാണ് KL10 1 ഇന്നോവ കാർ ഏതായിരുന്നു വന്നത് എന്നൊക്കെ ഒന്ന് അന്വേഷണം നടത്തൂ. അപ്പോൾ വിവരം അറിയാം. ഏതായിരുന്നാലും മനഃപൂർവ്വമായി തങ്ങളെ പ്രതിസ്ഥാക്കുകയായിരുന്നു, സമ്മർദ്ദത്തിലാക്കാൻ. ആരാക്കിയെന്ന ഈ 10 കോടി രൂപ നിക്ഷേപം ആരുടെ കള്ളപ്പണമായിരുന്നു? ആരാണ് 10,000-കണക്കിന് കോടികളുടെ അനധികൃത സമ്പാദ്യത്തിൻ്റെ മുകളിൽ അടയിരിക്കുന്ന പാർട്ടി മുതലാളി ആരാണോ അവരിന് അത് സംരക്ഷിക്കാൻ വേണ്ടിയാണല്ലോ പാർലമെൻറ്റിലൊക്കെ സംഘപരിവാരവുമായി അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ NIA ബില്ല് വോട്ടിനിട്ടപ്പോൾ ലീഗ് എതിരെ വോട്ട് ചെയ്യാതിരിക്കുമോ? ET മുഹമ്മദ് ബഷീറിന് വരെ എതിരെ വോട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇദ്ദേഹം സമ്മതിക്കില്ലോ. അതൊക്കെ അതുകൊണ്ട് വേണമാണ്. മാത്രമല്ല UAPയുടെ ചർച്ച വന്നപ്പോൾ മുങ്ങിക്കളിച്ചതും, മുത്തലാഖ് ബില്ലിന് വോട്ട് ചെയ്യാതെ തലേദിവസം ഇങ്ങോട്ട് വന്നതും, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാൻ പോയ ആളുകൾ ബോംബെ പോയിട്ട് അവിടെ നിന്ന് വിമാനം കിട്ടില്ല എന്ന് പറയുന്നത് ആരെ കളിയാക്കും? ഒരിക്കലും എന്തെങ്കിലും സംഭവിക്കും. ആരിത്ര പൊട്ടന്മാർ എല്ലാ കാലത്തും എല്ലാവരെയും വിഡികളാക്കാമെന്ന് വിചാരിക്കണമോ? മറ്റൊരു കാര്യം, പിന്നെ ഇന്ന് ഈ സമസ്തയുടെ പത്രം കത്തിച്ചൊരു സംഭവമുണ്ട്. പ്രത്യേകിച്ച് സമസ്തയുടെ ഫ്രണ്ട് പേജിൽ LDFൻ്റെ പരസ്യം ഒന്നോടുകൂടിയാണ് കത്തിച്ചതെന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇതിൽ പ്രതികരണം? തനി കാടത്തം എന്നല്ലാതെ എന്ത് പറയാൻ പറ്റും? ഒരു പത്രം എന്ന് പറഞ്ഞാൽ ഒരു സംഘടനയുടെ മുഖപത്രം എന്ന അതിൻ്റെ ജിഹ്വയാണ് അല്ലേ? ആ സംഘടന കത്തിക്കുന്നതിന് തുല്യമല്ലേ അത്? ഇതിൽ സാധാരണ ലീഗറൊന്നും ഇങ്ങനെ ചെയ്യില്ല. പക്ഷേ ഇതിൽ പുതിയ ലീഗിൻ്റെ നേതൃത്വം എന്നല്ലോ ഈ മൂലധന ശക്തികൾ അതിൻ്റെ ആധിപത്യത്തേക്ക് വന്നു. അധോലോക നായകന്മാർ സംഘടന ഭരിക്കാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ ഇങ്ങനെ കുറേ ക്രിമിനലുകളെ ഓരോ ഭാഗത്ത് വളർത്തിയെടുത്തിട്ടുണ്ട്. അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. അതല്ലേ മോയിനലി തങ്ങൾ ആ പത്രസമ്മേളനത്തിൽ കയറി ഒരു പാർട്ടി കൊണ്ട് തെറി പറയിപ്പിച്ചത്. അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ സാധാരണ ലീഗുകാർ അങ്ങനെ പറയാൻ പറ്റില്ല. അതിലെല്ലാം സാത്വികരായ നല്ല മനുഷ്യരുണ്ട് അതിനകത്ത്.